വെൽക്കം ടു SSC മലയാളി. ഞാൻ സനൂപ്. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പ്രധാനപ്പെട്ട 100 കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്കറിയാം CGL, CHSL എക്സാമുകളൊക്കെ ഓഗസ്റ്റ് മാസം നടക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം ആ എക്സാമുകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 100 കറണ്ട് അഫയേഴ്സ് ഫാക്ട്സ് ആണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കണ്ടന്റ് എടുത്തിട്ടുള്ളത് ജനുവരി തൊട്ട്, അതായത് 2021 ജനുവരി തൊട്ട് 2021 ജൂലൈ മാസം വരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ഫാക്ട്സുകളാണ്. സോ നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് പോവാം. അപ്പം അത് പോകുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഈ ക്ലാസ് ബെനിഫിറ്റ് ആവാൻ വേണ്ടി പോകുന്ന ആൾക്കാരെന്ന് വെച്ചാൽ ഇതുവരെ കറണ്ട് അഫയേഴ്സ് പഠിച്ചു തുടങ്ങാത്ത ആൾക്കാർ, എക്സാമിൻ്റെ ഒരാഴ്ച മുന്നേ കറണ്ട് അഫയേഴ്സ് പഠിക്കാം എന്ന മൈൻഡിൽ നിൽക്കുന്ന ആൾക്കാർ നിർബന്ധമായിട്ടും കണ്ടിരിക്കേണ്ട ഒരു ക്ലാസ്സാണിത്. അപ്പോൾ ആദ്യം ഈ തന്നിരിക്കുന്ന കറണ്ട് അഫയേഴ്സ് കവർ ചെയ്യുക, അതിനുശേഷം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ നിങ്ങൾ പഠിക്കുക. ഇനി മറ്റുള്ള ആൾക്കാരെന്ന് വെച്ചാൽ കറണ്ട് അഫയേഴ്സ് മുന്നേ പഠിച്ചവരായിരിക്കും, കൂടുതൽ ഫാക്ട്സ് പഠിച്ചവരായിരിക്കും. അവർ ഈ ക്ലാസ് കാണാൻ വേണ്ടി ശ്രമിക്കുക. കാരണം അവർ പഠിച്ച പോയിന്റുകൾ ഈ ക്ലാസ്സിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അഥവാ ഇല്ലാത്ത പോയിന്റുകൾ ഉണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ആദ്യം പറയാനുള്ളത്. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ICC അവാർഡുകൾ പ്രഖ്യാപിച്ചു. ICC സ്പിരിറ്റ് ഓഫ് ക്രിക്കറ്റ് അവാർഡ് ഓഫ് ദ ഡെക്കേഡ്. ഡെക്കേഡ് എന്ന് പറയുന്നത് 10 വർഷം, 2010 to 2020 വർഷ കാലയളവിൽ ICC സ്പിരിറ്റ് ഓഫ് ക്രിക്കറ്റ് അവാർഡ് നൽകിയിട്ടത് മഹേന്ദ്ര സിംഗ് ധോണിയാണ്. ഇന്ത്യൻ ക്രിക്കറ്ററാണ്, മുൻ ഇന്ത്യൻ ക്യാപ്റ്റനാണ്. 2011 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യ കിരീടമണിയുമ്പോൾ ക്യാപ്റ്റനായിരുന്നത് മഹേന്ദ്ര സിംഗ് ധോണിയായിരുന്നു. ഇതിൻ്റെ കൂടെ ചേർത്ത് പഠിക്കേണ്ട പോയിന്റുകൾ എന്ന് വെച്ചാൽ ICCയുടെ മറ്റ് അവാർഡുകളായിട്ടുള്ള ഗാർഫീൽഡ് സോബേഴ്സ് ICC മെയിൽ ക്രിക്കറ്റർ ഓഫ് ദ ഡെക്കേഡ് 2010-20 കാലഘട്ടത്തിലെ മെയിൽ ക്രിക്കറ്ററായിട്ട് തെരഞ്ഞെടുത്തത് നിലവിലത്തെ ഇന്ത്യൻ ക്യാപ്റ്റനായിട്ടുള്ള വിരാട് കോഹ്ലിയാണ്. ICC മെയിൽ ODI ക്രിക്കറ്റർ ഓഫ് ദ ഇയർ വിരാട് കോഹ്ലി തന്നെയാണ്. ICC T20 ക്രിക്കറ്റർ ഓഫ് ദ ഇയർ റാഷിദ് ഖാനാണ്. 20 ഓവർ ക്രിക്കറ്റിലെ മികച്ച പ്ലെയറാണ് റാഷിദ് ഖാൻ. ICC ടെസ്റ്റ് ക്രിക്കറ്റർ ഓഫ് ദ ഇയർ ആയിട്ട് സെലക്ട് ചെയ്തത് സ്റ്റീവ് സ്മിത്ത് ആണ്. ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് പ്ലെയർ ആണ്. ഇനി ഫീമെയിൽ ക്രിക്കറ്റിലേക്ക് വന്നാൽ ICC ഫീമെയിൽ ക്രിക്കറ്റർ ഓഫ് ദ ഡെക്കേഡ് ആയിട്ട് തിരഞ്ഞെടുത്തത് എലിസ് പെറിയാണ്. ODI പ്ലെയർ ഓഫ് ദ ഇയർ, T20 പ്ലെയർ ഓഫ് ദി ഇയർ എല്ലാം എലിസ് പെറിയാണ്. ഓസ്ട്രേലിയൻ ക്രിക്കറ്ററാണ്. ഓക്കെ, സോ ഇത്രയാണ് ICC അവാർഡുമായി ബന്ധപ്പെട്ടിട്ട് അറിഞ്ഞിരിക്കേണ്ട കറണ്ട് അഫയേഴ്സ് ഫാക്ട്സ്. ഇനി ഇന്ത്യാസ് ഫസ്റ്റ് ഇൻഡിജീനസ് ന്യൂമോണിയ വാക്സിൻ ന്യൂമോസിൽ ലോഞ്ച് ചെയ്തത് ആരാണ്? ഹർഷവർദ്ധൻ. ഓക്കെ, ഹർഷവർദ്ധൻ എന്ന് പറയുന്നത് ഹെൽത്ത് മിനിസ്റ്ററാണ്. അദ്ദേഹമാണ് ഇന്ത്യയുടെ ആദ്യത്തെ സ്വയം ഉൽപ്പാദിപ്പിച്ചെടുത്ത ന്യൂമോണിയ വാക്സിനായിട്ടുള്ള ന്യൂമോസിൽ ലോഞ്ച് ചെയ്തത്. 2021 യൂണിയൻ ബഡ്ജറ്റിൻ്റെ പ്രത്യേകത എന്താണ്? പേപ്പർലെസ് ബഡ്ജറ്റാണ്. ഫസ്റ്റ് US പ്രസിഡന്റ് ടു ഇംപീച്ച് ട്വൈസ് ആരാണ്? പറയേണ്ട ആവശ്യമില്ലല്ലോ, ഡൊണാൾഡ് ട്രംപ്. ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് 2021 റാങ്കുകൾ പ്രഖ്യാപിച്ചു. ഇന്ത്യയുടെ റാങ്ക് 85-ാമതാണ്. ഫസ്റ്റ് റാങ്കിലുള്ളത് ജപ്പാനാണ്. എല്ലാ വർഷവും ജപ്പാൻ തന്നെയാണ് ഈ ഒരു പാസ്പോർട്ട് ഇൻഡെക്സ് റാങ്കിൽ ഫസ്റ്റ് വരാറുള്ളത്. ഇന്ത്യയുടെ റാങ്ക് 85 ആണ് എന്ന് ഓർക്കുക. ജാനുവരി 23 പ്രത്യേകത ബർത്ത് ആനിവേഴ്സറി ഓഫ് സുഭാഷ് ചന്ദ്രബോസ്. ഓക്കെ, ഈ ഒരു ദിവസം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇനി മുതൽ പരാക്രം ദിവസ് ആയിട്ട് ആചരിക്കാൻ വേണ്ടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനി എല്ലാ വർഷവും ജാനുവരി 23 പരാക്രം ദിവസമായിട്ട് ആചരിക്കും. അടുത്ത ഫാക്ട്സ്, ഗ്ലോബൽ ക്ലൈമറ്റ് റിസ്ക് ഇൻഡെക്സ് 2021 പ്രഖ്യാപിച്ചു. ഇന്ത്യയുടെ റാങ്ക് 7th ആണ്. ഓക്കെ, ഗ്ലോബൽ ക്ലൈമറ്റ് റിസ്ക് ഇൻഡെക്സ് 2021 ഇന്ത്യയുടെ റാങ്ക് 7th. അടുത്തത്, വിച്ച് കൺട്രി ഒഫീഷ്യലി ഇൻഡക്റ്റഡ് സബ്മറൈൻ INS സിന്ധുവീർ? ഏത് രാജ്യമാണ് INS സിന്ധുവീർ ഒഫീഷ്യലായിട്ട് ഇൻഡക്റ്റ് ചെയ്തത്? മ്യാൻമർ ആണ്. മ്യാൻമർ നേവിയാണ് INS സിന്ധുവീർ ഒഫീഷ്യലായിട്ട് ഇൻഡക്റ്റ് ചെയ്യുന്നത് അവരുടെ നേവിയിലേക്ക്. ഹു ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ബ്രിട്ടീഷ് ഹൈ കമ്മീഷണർ ടു ഇന്ത്യ? അലക്സാണ്ടർ എലിസ്. 46th പ്രസിഡന്റ് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ആരാണ്? ജോ ബൈഡൻ ആണ്. വൈസ് പ്രസിഡന്റ് കമല ഹാരിസ് ആണ്. കമല ഹാരിസിൻ്റെ മറ്റൊരു പ്രത്യേകത ഫസ്റ്റ് വുമൺ വൈസ് പ്രസിഡന്റ് ഓഫ് അമേരിക്കയാണ് കമല ഹാരിസ്. ഓക്കെ,
ഇനി 11ാമത്തെ ഫാക്റ്റ്, ഹൂ ഫ്ലാഗ്ഡ് ഓഫ് ദ കൺട്രീസ് ഫസ്റ്റ് എവർ ഫുള്ളി ഓട്ടോമേറ്റഡ് ഡ്രൈവർലെസ് ട്രെയിൻ സർവീസ് ഓൺ ദ മജന്ത ലൈൻ ഓഫ് ദ ഡൽഹി മെട്രോ. പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള നരേന്ദ്രമോദിയാണ് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത്. ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ് ആണ്. അടുത്തത്, കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ് 2020 ഇന്ത്യയുടെ റാങ്ക് 86th. കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ് ഇന്ത്യാസ് റാങ്ക് 86th. ഇന്ത്യയുടെ 67ാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആരാണ്? ലിയോൺ മെൻഡോൺക. 68ാമത് ഗ്രാൻഡ് മാസ്റ്റർ ഉണ്ട്, അത് ഈ ക്ലാസ്സിൽ തന്നെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് വരുന്ന സമയത്ത് നമുക്ക് പറയാം. 67ാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആണ് ലിയോൺ മെൻഡോൺക. അടുത്ത ഫാക്ട്സ്, ഫസ്റ്റ് ഫീമെയിൽ മാച്ച് ഒഫീഷ്യൽ ഇൻ എ ടെസ്റ്റ് മാച്ച്. ക്രിക്കറ്റിലെ ടെസ്റ്റ് മാച്ചിലെ ആദ്യത്തെ ഫീമെയിൽ മാച്ച് ഒഫീഷ്യൽ ആരാണ് എന്ന് ചോദിക്കാം. ക്ലെയർ പൊളോസാക്ക്. ക്ലെയർ പൊളോസാക്ക് എന്ന് പറയുന്നത് ഓസ്ട്രേലിയൻ വംശജയാണ്. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ നടന്ന ക്രിക്കറ്റ് ടെസ്റ്റ് പരമ്പരയിലായിരുന്നു മാച്ച് ഒഫീഷ്യലായിട്ട് ഈ വനിത ഉണ്ടായിരുന്നത്. ഓക്കെ. DRDOയുടെ സയൻറ്റിസ്റ്റ് ഓഫ് ദ ഇയർ എന്ന അവാർഡ് പ്രഖ്യാപിച്ചു. ഹേമന്ത് കുമാർ പാണ്ഡെയാണ് ഈ അവാർഡ് സ്വീകരിച്ചത്. ദാദാ സാഹേബ് ഫാൽക്കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അവാർഡ്സ് 2021 പ്രഖ്യാപിക്കുന്നു. ദീപിക പദുക്കോണാണ് ബെസ്റ്റ് ഫീമെയിൽ ആക്ട്രസ്. ചപ്പക് എന്ന സിനിമയിലെ മികച്ച അഭിനയത്തിനാണ് ദീപിക പദുക്കോണിന് ഈ അവാർഡ് കിട്ടുന്നത്. അക്ഷയ് കുമാറാണ് മികച്ച നടനായിട്ട് തിരഞ്ഞെടുത്തത് ലക്ഷ്മി എന്ന സിനിമയുടെ അഭിനയത്തിന്. ഓക്കെ. അടുത്തത്, ഓസ്ട്രേലിയൻ ഓപ്പൺ 2021 ടെന്നീസിൽ കുറച്ച് ഗ്രാൻഡ് സ്ലാമുകളൊക്കെ ഉണ്ട്. എല്ലാ വർഷവും റെഗുലറായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ടൂർണമെൻറ്റുകളാണ്. അപ്പോൾ അതിൽ എല്ലാ വർഷവും തുടക്കത്തിൽ നടക്കുന്നത് ജനുവരി മാസമായിരിക്കും മിക്കവാറും ഉണ്ടാവുക. അപ്പോൾ ആ മാസം നടക്കുന്ന ആദ്യത്തെ ഗ്രാൻഡ് സ്ലാമാണ് ഓസ്ട്രേലിയൻ ഓപ്പൺ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഓസ്ട്രേലിയൻ ഓപ്പൺ ജയിച്ച ആളാണ് നൊവാക് ജോക്കോവിച്ച് സെർബിയൻ വംശജനാണ്. ഈ വനിതാ ടൂർണമെൻറ്റിൽ ജയിച്ചത് നവോമി ഒസാക്ക, ജപ്പാൻകാരിയാണ്. ഓക്കെ. അടുത്തത്, ഓക്സ്ഫോർഡ് ഹിന്ദി വേർഡ് ഓഫ് 2020 ആത്മനിർഭാർദ. ആ ഒരു പേര് വരുന്നത് ഈ കോവിഡൊക്കെ ഉണ്ടായ സമയത്ത് ആത്മനിർഭാർദ് എന്ന് പറയുന്നൊരു പുതിയൊരു സംഭവം ഗവൺമെൻറ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായി. അതായത് ഇന്ത്യൻ ഉള്ളിൽ തന്നെ പ്രധാനപ്പെട്ട എല്ലാ സംഭവങ്ങളും മാനുഫാക്ചറിങ് പ്ലാന്റുകളും എല്ലാം സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു പരിപാടിയായിരുന്നു. അപ്പോൾ ആ ഒരു വേർഡാണ് ഓക്സ്ഫോർഡ് ഹിന്ദി വേർഡ് ഓഫ് 2020 ആയിട്ട് തിരഞ്ഞെടുത്തത്. വിച്ച് നേഷൻ ഹാസ് ലോഞ്ച്ഡ് എ കൊറോണ വൈറസ് ഗ്രീൻ പാസ് സിസ്റ്റം? ഇസ്രയേലാണ്. ഗ്രീൻ പാസ് എന്ന് പറയുന്നത് ഈ ഒരു പാസ് എടുക്കുന്ന ആൾക്കാർക്ക് എല്ലാ സ്ഥലങ്ങളിലേക്കും പോകാനുള്ള ആക്സസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ കൊടുക്കും. ഇനി വാക്സിൻ എടുക്കാത്ത ആൾക്കാർക്ക് എല്ലാ സ്ഥലത്തും പോകാൻ പറ്റില്ല. അവർക്ക് ലിമിറ്റഡ് ആക്സസ് മാത്രമേ ഉണ്ടാവൂ. ഓക്കെ. സോ വാക്സിൻ എടുക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് എല്ലാവരെയും ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു പരിപാടിയായിരുന്നു ഈ ഗ്രീൻ പാസ് കൊണ്ടുവന്നത് ഇസ്രയേലാണ്. ഓക്കെ. ഇവിടെ ഹൂ ഇനാഗുറേറ്റഡ് എന്ന് മാത്രമേ കൊടുത്തുള്ളൂ. നെക്സ്റ്റ് പേജിൽ ബാക്കിയുണ്ടാവും. ഹൂ ഇനാഗുറേറ്റഡ് ദ 8th ഇന്റർനാഷണൽ സിൽക്ക് ഫെയർ? ഇവിടെയാണ് കേട്ടോ ഉള്ളത്. നെക്സ്റ്റ് ആ പേജിൽ ഞാൻ മിസ്സായി പോയതാണ്. ഹൂ ഇനാഗുറേറ്റഡ് ദ 8th ഇന്റർനാഷണൽ സിൽക്ക് ഫെയർ? സ്മൃതി ഇറാനിയാണ് 8ാമത് ഇന്റർനാഷണൽ സിൽക്ക് ഫെയർ ഇനാഗുറേറ്റ് ചെയ്തത്. ഈ അടുത്തിടെ ഏത് യൂണിയൻ ടെറിട്ടറിയിലാണ് പ്രസിഡന്റ് റൂൾ കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. പുതുച്ചേരിയാണ്. ഓക്കെ. പോണ്ടിച്ചേരിയിലാണ് പ്രസിഡന്റ് റൂള് റീസെൻ്റായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അതിനുശേഷം അവിടെ ഇലക്ഷൻ വിജയിച്ചു. അതിനുശേഷം പുതിയ CM ഒക്കെ പ്രഖ്യാപിക്കപ്പെട്ടു. ഓക്കെ. അപ്പോൾ അതിന് മുന്നേ പ്രസിഡന്റ് റൂള് കൊണ്ടുവന്നിട്ടുള്ളത് പുതുച്ചേരിയിലാണ്, ഫെബ്രുവരിയിലാണ് വന്നിട്ടുള്ളത്. അടുത്ത ഫാക്റ്റ്, ഇന്ത്യാസ് ഫസ്റ്റ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി നെയ്മഡ് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഡിജിറ്റൽ സയൻസസ് ഇന്നോവേഷൻ ആൻഡ് ടെക്നോളജി. ആരാണ് ഇനാഗുറേറ്റ് ചെയ്തത് എന്ന് ചോദിക്കാം. കേരളത്തിൻ്റെ ഗവർണറായിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാനാണ് ഇന്ത്യയുടെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഉദ്ഘാടനം ചെയ്യുന്നത്. ചീഫ് ജസ്റ്റിസ് ഓഫ് മണിപ്പൂർ ഹൈക്കോർട്ട് റീസെൻ്റായിട്ട് വന്ന ആളാണ്. അതുകൊണ്ടാണ് ആ ഒരു ഫാക്റ്റ് ഇവിടെ ഉൾപ്പെടുത്തിയത്. ജസ്റ്റിസ് പുലിഗോരു വെങ്കട്ട സഞ്ജയ് കുമാർ. ഓക്കെ. ഡെമോക്രസി ഇൻഡെക്സ് 2020 പ്രഖ്യാപിക്കുന്നു. ഇന്ത്യയുടെ റാങ്ക് 53. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ, ഇതിൻ്റെ പുതിയ പ്രസിഡന്റ് ആരാണെന്ന് ചോദിക്കാം. ജയ് ഷാ. ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഡൊമസ്റ്റിക് ആയിട്ട് നടക്കാറുള്ള ടൂർണമെൻറ്റുകളാണ്. അതായത് എല്ലാ സംസ്ഥാനങ്ങളും പരസ്പരം ഏറ്റുമുട്ടി മത്സരിക്കുന്ന
ടൂർണമെൻറ്റുകളാണ്. ഒന്ന് രഞ്ജി ട്രോഫി, അത് ടെസ്റ്റ് ക്രിക്കറ്റിന് വേണ്ടിയിട്ടാണ്. 4 ദിവസമുള്ള മത്സരങ്ങളായിരിക്കും സാധാരണ ഉണ്ടാവാറ്. പിന്നെ സയ്യിദ് മുസ്താഖ് അലി T20 ട്രോഫി, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് 20 ഓവർ ക്രിക്കറ്റിൻ്റെ അല്ലെങ്കിൽ 2020 ക്രിക്കറ്റിൻ്റെ ടൂർണമെൻറ്റാണ് സയ്യിദ് മുസ്താഖ് അലി ട്രോഫി. അപ്പം 2020-21 സീസണിലെ സയ്യിദ് മുസ്താഖ് അലി ട്രോഫി ജയിച്ചത് തമിഴ്നാടാണ്, ബറോഡയെയാണ് തോൽപ്പിച്ചത്. പിന്നെ 50 ഓവർ ക്രിക്കറ്റ് ഉണ്ട്, വിജയ് ഹസാരെ ട്രോഫി എന്നറിയപ്പെടും. ഓക്കെ, അടുത്ത ഫാക്റ്റാണ് ഹു വോൺ ദ ഇനാഗുറൽ ICC പ്ലെയർ ഓഫ് ദ മന്ത് അവാർഡ് 2021. 2021 ജനുവരി മുതൽ ICC പ്രഖ്യാപിക്കുകയാണ്. ഇനി മുതൽ എല്ലാ മാസവും പ്ലെയർ ഓഫ് ദ മന്ത് എന്ന പുതിയൊരു പുരസ്കാരം കൂടി കൊടുക്കാമെന്ന് തീരുമാനിക്കുന്നു. അപ്പം അങ്ങനെ ആദ്യമായിട്ട് പ്ലെയർ ഓഫ് ദ മന്ത് അവാർഡ് കിട്ടുന്നത് ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പറായിട്ടുള്ള ഋഷഭ് പന്തിനാണ്. ഓക്കെ, ഫെബ്രുവരി മാസമായപ്പോൾ കൊടുത്തത് ആർക്കാണെന്ന് ചോദിച്ചാൽ രവിചന്ദ്ര അശ്വിനാണ്. മാർച്ച് മാസം കൊടുത്തത് ഭുവനേശ്വർ കുമാറാണ്. ആദ്യത്തെ 3 പ്ലെയർ ഓഫ് ദ മന്ത് അവാർഡും ഇന്ത്യക്കാർക്ക് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഹു ഇനാഗുറേറ്റഡ് ദ ന്യൂലി റിവാംപ്ഡ് മൊട്ടേറ ക്രിക്കറ്റ് സ്റ്റേഡിയം ഇൻ അഹമ്മദാബാദ്. അഹമ്മദാബാദിൽ പുതിയൊരു ക്രിക്കറ്റ് സ്റ്റേഡിയം വരുന്നു. പുതിയതല്ല, പഴയൊരു ക്രിക്കറ്റ് സ്റ്റേഡിയമാണ്. അത് ഒന്നും കൂടി പുതുക്കി പണിതു. ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം എന്ന പേര് നേടിക്കൊണ്ടാണ് ഈ ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും 2ാമത്തെ വലിയ സ്റ്റേഡിയം എന്നൊരു പേര് കൂടി ഈ ഒരു സ്റ്റേഡിയത്തിനുണ്ട്. ആ സ്റ്റേഡിയത്തിൻ്റെ പേരാണ് നരേന്ദ്രമോദി ക്രിക്കറ്റ് സ്റ്റേഡിയം. അത് ഇനാഗുറേറ്റ് ചെയ്യുന്നത് രാംനാഥ് കോവിന്ദാണ്. ഓക്കെ, ഗുജറാത്തിലെ അഹമ്മദാബാദ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ക്രിക്കറ്റ് സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്റ്റാണത്. അടുത്തത് VLCC ഫെമിന മിസ് ഇന്ത്യ വേൾഡ് 2020. മാനസ വാരണാസി. ഫെമിന മിസ് ഇന്ത്യ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് മാനസ വാരണാസിയാണ്. അടുത്തത് 31ാമത് ഫാക്റ്റ്, 10th എഡിഷൻ ഓഫ് ഹ്യൂറോൺ ഗ്ലോബൽ റിച്ച് ലിസ്റ്റ് 2021. ലോകത്തിലെ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള റിച്ച് പേഴ്സണാലിറ്റികളെ ലിസ്റ്റ് ചെയ്തു, ഏറ്റവും കൂടുതൽ സമ്പത്തുള്ള ആൾക്കാരെ. അതിൽ ഫസ്റ്റായിട്ട് വരുന്നത് എലോൺ മസ്ക് ആണ്. സെക്കൻഡ് വരുന്നത് ആരാണ്? ജെഫ് ബസൂസ് ആണ്. ആമസോണിൻ്റെ CEO ആയിട്ടുള്ള ജെഫ് ബസൂസ്. ഇന്ത്യക്കാരനായുള്ള മുകേഷ് അംബാനിയുടെ സ്ഥാനം 8ാമതാണ് കേട്ടോ. ഫോബ്സിൻ്റെ വേറെ തന്നെ പ്രഖ്യാപനമുണ്ട്, ഫോബ്സ് റിച്ച് ലിസ്റ്റ്. അതേപോലെ തന്നെ ഇത് ഹ്യൂറോൺ ഗ്ലോബൽ റിച്ച് ലിസ്റ്റ് ആണ് കേട്ടോ. അത് പ്രകാരമാണ് ഇലോൺ മസ്ക്. ഫോബ്സിൻ്റെ റിച്ച് ലിസ്റ്റ് വന്നപ്പോൾ ഫസ്റ്റ് ഉണ്ടായത് ജെഫ് ബസൂസ് ആണ്. ഇവർ രണ്ടാളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥാനം മാറി മാറി നിൽക്കും. ഈ പേര് ഓർക്കുക, ഹ്യൂറോൺ ഗ്ലോബൽ റിച്ച് ലിസ്റ്റിലാണ് എലോൺ മസ്ക് ഫസ്റ്റ് വന്നത്. ഓക്കെ, ISL 2020-2021 ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ 2020-21 സീസണിൽ വിജയിച്ച ടീമാണ് മുംബൈ സിറ്റി FC. തോൽപ്പിച്ചത് ATK മോഹൻ ബഗാനെ. അതുവഴി മുംബൈ സിറ്റി FC ISL ചാമ്പ്യന്മാരായി. ആദ്യമായിട്ടാണ് മുംബൈ സിറ്റി FC ISL ചാമ്പ്യന്മാരാവുന്നത്. ഓക്കെ, 67ാമത് നാഷണൽ ഫിലിം അവാർഡ്സ് അനൗൺസ് ചെയ്തു. മികച്ച ഫീച്ചർ ഫിലിമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് മരക്കാറാണ്, മലയാള സിനിമ, ഇതുവരെ റിലീസായിട്ടില്ല. ഇനി മികച്ച നടനായിട്ട് തിരഞ്ഞെടുത്തത് 2 ആൾക്കാരെയാണ്. ഒന്ന് മനോജ് ബാജ്പേയി ബോൺസ്ലെ എന്ന് പറയുന്ന സിനിമയുടെ മികച്ച അഭിനയത്തിനാണ് മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. പിന്നെ ധനുഷ് ഉണ്ട്, തമിഴ് ആക്ടറായിട്ടുള്ള ധനുഷ്, അസുരൻ എന്ന സിനിമയിലെ മികച്ച അഭിനയത്തിന് ആണ് മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. പിന്നെ മികച്ച നടിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് കങ്കന റണൌട്ടാണ്. പങ്ക എന്ന് പറയുന്ന ഹിന്ദി സിനിമയ്ക്കാണ് ഈ ഒരു അവാർഡ് കിട്ടുന്നത് കേട്ടോ. ആ ഒരു സിനിമയിലെ മികച്ച അഭിനയത്തിനാണ് കങ്കന റണൌട്ടിന് ഈ ഒരു അവാർഡ് കിട്ടുന്നത്. UN വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് 2021 പ്രകാരം ഇന്ത്യയുടെ റാങ്ക് 140ാമതാണ്. ഫിൻലാൻഡാണ് ലോകത്തിലെ തന്നെ ഏറ്റവും ഹാപ്പിയസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, സോ ഫിൻലാൻഡാണ് ഫസ്റ്റ് റാങ്ക് കിട്ടിയത് UN വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം. ഓൾ ഇംഗ്ലണ്ട് ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ് വുമൺസ് ടൈറ്റിൽ കിട്ടിയത് നൊസോമി ഒകുഹാര. അത് ജപ്പാൻ്റെ പ്ലെയറാണ്. ബാഡ്മിൻ്റണിലെ പ്രധാനപ്പെട്ട ഒരു ടൂർണമെൻ്റാണിത്. നൊസോമി ഒകുഹാരയാണ് ജയിച്ചത്. എൽ സാൽവഡോറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, എൽ സാൽവഡോർ ആണ് ദ ഫസ്റ്റ് കൺട്രി ഇൻ സെൻട്രൽ അമേരിക്ക ടു ബി സർട്ടിഫൈഡ് മലേറിയ ഫ്രീ ബൈ ദ WHO. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ മലേറിയ ഫ്രീ ആയിട്ട് എൽ സാൽവഡോർ എന്ന സെൻട്രൽ അമേരിക്കൻ കൺട്രിയെ പ്രഖ്യാപിച്ചു. ഇന്ത്യൻ ടോയ് ഫെയർ 2021 ആദ്യമായിട്ടാണ് ടോയ് ഫെയർ സംഘടിപ്പിക്കുന്നത്. അത് ലോഞ്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഉദ്ഘാടനം നടത്തുന്നത് നരേന്ദ്രമോദിയാണ്. അടുത്തത് ഹു ഇനാഗുറേറ്റഡ് ദ
മൈത്രി സേതു ബ്രിഡ്ജ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ബംഗ്ലാദേശ്? പ്രൈം മിനിസ്റ്റർ തന്നെ, നരേന്ദ്രമോദി. ദ ചെയർപേഴ്സൺ ഓഫ് ദ ഇന്റർനാഷണൽ ബോക്സിംഗ് അസോസിയേഷൻസ്. ഇന്റർനാഷണൽ ബോക്സിംഗ് അസോസിയേഷൻ എന്ന് പറയുന്നത് AIB, ഐബ എന്നാണ് ഷോർട്ടായിട്ട് വിളിക്കാറുള്ളത്. അപ്പോൾ അതിൻ്റെ ചെയർപേഴ്സണായിട്ട് മേരി കോമിനെ തിരഞ്ഞെടുത്തു. ഇന്റർനാഷണൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയുടെ റാങ്ക് 40. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഇൻഡെക്സ് ഇന്ത്യയുടെ റാങ്ക് 40. റീസെൻ്റ് ആയിട്ട് ശ്രീലങ്കയും വെസ്റ്റ് ഇൻഡീസും തമ്മിൽ ക്രിക്കറ്റ് മത്സരം നടന്നിട്ടുണ്ടായി. അപ്പം അതിൽ വെസ്റ്റ് ഇൻഡീസിൻ്റെ പ്ലെയറായുള്ള കിറോൺ പൊള്ളാർഡ് 6 ബോളുകളിൽ 6 സിക്സ് അടിച്ചു. അതായത് ഒരു ഓവറിൽ 6 സിക്സ് അടിച്ചു. ഇതിന് മുന്നേ ഒരു ഓവറിൽ 6 സിക്സ് അടിച്ചുള്ള ആൾക്കാരാണ് 2020 ഇന്ത്യൻ പ്ലെയറായിട്ടുള്ള യുവരാജ് സിംഗും 50 ഓവർ ക്രിക്കറ്റിൽ സൗത്ത് ആഫ്രിക്കൻ പ്ലെയറായിട്ടുള്ള ഹെർഷൽ ഗിബ്സും. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ തരാം, 4 ഓപ്ഷൻ തന്നു. ഇതിൽ 6 ബോളിൽ 6 സിക്സ് അടിക്കാത്ത പ്ലെയർ ഏതാണ്? സാധ്യതയുണ്ട്. ഓക്കെ, റീസെൻ്റ് ആയിട്ട് നടന്നതുകൊണ്ട് ആ ഒരു ഫാക്റ്റ് ഇമ്പോർട്ടൻ്റ് ആയി മാറുന്നു. അടുത്തത് ICC പ്ലെയർ ഓഫ് ദ മന്ത് ഫെബ്രുവരി ആയിട്ട് തിരഞ്ഞെടുത്തത് രവിചന്ദ്ര അശ്വിൻ, ഇന്ത്യയുടെ സ്പിൻ ബോളർ. നേരത്തെ പറഞ്ഞതാണ്. BBC ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദ ഇയർ ആയിട്ട് തിരഞ്ഞെടുത്തത് കോണേരു ഹംപി. കോണേരു ഹംപി എന്ന് പറയുന്നത് ചെസ് പ്ലെയർ ആണ്. ഇവരെയാണ് BBC ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദ ഇയർ ആയിട്ട് തിരഞ്ഞെടുത്തത്. ഇനിയൊരു ബുക്കാണ് അഡ്വാൻറ്റേജ് ഇന്ത്യ ദ സ്റ്റോറി ഓഫ് ഇന്ത്യൻ ടെന്നീസ്. ഇത് എഴുതിയിട്ടുള്ളത് അനിന്ത്യ ദത്ത. ഇന്ത്യൻസ് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് എ സിവിലൈസേഷൻ. ഓതർ ആരാണ്? നമിത് അറോറ. ഇനി ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ, ഇദ്ദേഹം റീസെൻ്റ് ആയിട്ട് മരണപ്പെട്ട ഒരു വ്യക്തിയാണ്. ഇദ്ദേഹം ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിക്കാനാണ് സാധ്യത. കഥകളിയാണ് കേട്ടോ. 93ാമത് അക്കാഡമി അവാർഡ്സ് പ്രഖ്യാപിക്കുന്നു. ഓസ്കാർ അവാർഡ്സ്. മികച്ച സിനിമയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് നോമാഡ് ലാൻഡ്. മികച്ച ഡയറക്ടറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ചലോ ജാവോ. ഇത് നോമാഡ് ലാൻഡ് എന്ന സിനിമയുടെ ഡയറക്ഷന് കിട്ടിയ അവാർഡാണ്. ഇനി മികച്ച ആക്ട്രസ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഫ്രാൻസിസ് മക്ഡോർമൻഡ്. ഇതും നോമാഡ് ലാൻഡ് എന്ന സിനിമയിലെ മികച്ച അഭിനയത്തിനാണ് കിട്ടിയത്. ഇനി മികച്ച ആക്ടറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആന്റണി ഹോപ്കിൻസ്, ദ ഫാദർ എന്ന സിനിമയുടെ മികച്ച അഭിനയത്തിന്. അടുത്ത ഫാക്ട്, ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് റിപ്പോർട്ട് 2021 പ്രകാരം ഇന്ത്യയുടെ റാങ്ക് 140. ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് റിപ്പോർട്ട് പുറപ്പെടുവിക്കുന്നത് ആരാണ്? വേൾഡ് എക്കണോമിക് ഫോറമാണ്. ഓക്കെ, ഇന്ത്യയുടെ റാങ്ക് 140. ഫോബ്സിന്റെ റിച്ച് ലിസ്റ്റ് പ്രഖ്യാപിക്കുന്നു. ജെഫ് ബസൂസ് ആണ് ഫസ്റ്റ്. മുകേഷ് അംബാനിയുടെ സ്ഥാനം 10ാമതാണ് കേട്ടോ. അടുത്തത് അക്കാഡമിക് റാങ്കിംഗ് ഓഫ് വേൾഡ് യൂണിവേഴ്സിറ്റീസ് 2020 പബ്ലിഷ്ഡ്. ഫസ്റ്റ് റാങ്ക് വന്നിട്ടുള്ളത് ഹർവാർഡ് യൂണിവേഴ്സിറ്റിയാണ്. ഓക്കെ, ഇൻക്ലൂസീവ് ഇന്റർനെറ്റ് ഇൻഡെക്സ് 2021 പ്രകാരം ഇന്ത്യയുടെ റാങ്ക് 49. ഇൻക്ലൂസീവ് ഇന്റർനെറ്റ് ഇൻഡെക്സ് 2021 ഇന്ത്യയുടെ റാങ്ക് 49. വിയറ്റ്നാം പുതിയ പ്രസിഡന്റിനെ സെലക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ പുതിയ പ്രസിഡന്റ് അവിടെ വിജയിക്കുന്നു. അതാണ് ഫാം മിൻഹ് ചിൻഹ്. ലിറ്റിൽ ഗുരു എന്ന ലേണിംഗ് ആപ്പ് സാൻസ്ക്രിറ്റ് പഠിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. ഏത് രാജ്യമാണ് ഇത് ലോഞ്ച് ചെയ്തതെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ബംഗ്ലാദേശാണ് കേട്ടോ ലിറ്റിൽ ഗുരു. അടുത്ത ഫാക്ട്, ദ കൺസ്ട്രക്ഷൻ ഓഫ് ദ ആർച്ച് ഓഫ് ദ വേൾഡ്സ് ഹയസ്റ്റ് റെയിൽവേ ബ്രിഡ്ജ് ദാറ്റ് സോസ് 359 meters above the bed of Chenab River in Jammu and Kashmir was completed. Okay, ഇതൊരു ഫാക്റ്റ് ആണ്. The biggest floating solar power plant in India is to be set up at. എവിടെയാണ് വരാൻ വേണ്ടി പോകുന്നത് എന്നാണ് പറയുന്നത്. The biggest floating solar power plant in India. Okay, അത് രാമഗുഡം, തെലങ്കാനയിലെ രാമഗുഡം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഫ്ലോട്ടിംഗ് സോളാർ പവർ പ്ലാന്റ് വരാൻ വേണ്ടി പോകുന്നത്. ഇനി നമുക്കറിയാം RBIയിൽ ഗവർണർ ഉണ്ടാവും, ഡെപ്യൂട്ടി ഗവർണർ ഉണ്ടാവും. ഗവർണർ ഒറ്റൊരാളായിരിക്കും. ഓക്കെ, ഇനി ഡെപ്യൂട്ടി ഗവർണറോ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടാവും, 3-4 ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ 4 ആൾക്കാരാണ് നിലവിലുള്ളത്. അപ്പം പുതിയതായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ട ഡെപ്യൂട്ടി ഗവർണറാണ് BP കനുങ്കോ ആൻഡ് T റാബി ശങ്കർ. 57ാമത് ഫാക്ട്, വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് 2021 ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പ്രസ് ഫ്രീഡം ഇൻഡെക്സ് ഇന്ത്യയുടെ റാങ്ക് 142. നോർവേ ആണ് ഫസ്റ്റ് റാങ്കിൽ വരുന്നത്.
പ്രസ് ഫ്രീഡം, പത്രസ്വാതന്ത്ര്യത്തിൻ്റെ ഇൻഡെക്സ്, അതുമായി ബന്ധപ്പെട്ടുള്ള ഇൻഡെക്സ്. 2021 എനർജി ട്രാൻസിഷൻ ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയുടെ റാങ്ക് 87. 68ാമത് ഇന്ത്യൻ ചെസ് ഗ്രാൻഡ് മാസ്റ്ററായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് അർജുൻ കല്യാണാണ്. തമിഴ്നാടുകാരനാണ്. 14 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. 51ാമത് ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് കൊടുത്തിട്ടുള്ളത് രജനീകാന്തിനാണ്. 2019 അവാർഡാണ് കേട്ടോ ഇത്. 51ാമത് ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ്. അടുത്തൊരു ബുക്കാണ് ബിലീവ് വാട്ട് ലൈഫ് ആൻഡ് ക്രിക്കറ്റ് ടോട്ട് മീ. പണ്ടത്തെ ഇന്ത്യൻ മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻ ആയിട്ടുള്ള സുരേഷ് റെയ്നയുടെ ബുക്കാണ് കേട്ടോ. ബിലീവ് വാട്ട് ലൈഫ് ആൻഡ് ക്രിക്കറ്റ് ടോട്ട് മീ. ഫോബ്സ് ഹയസ്റ്റ് പെയ്ഡ് അത്ലറ്റ് ലിസ്റ്റ് 2021 റിലീസ്ഡ്. ഫോബ്സ് അത്ലറ്റുകളുടെ റിച്ച് ലിസ്റ്റ് പ്രഖ്യാപിക്കുന്നു. ഏറ്റവും കൂടുതൽ വരുമാനം വാങ്ങുന്ന, ശമ്പളം വാങ്ങുന്ന അത്ലറ്റുകളുടെ ലിസ്റ്റ് പ്രഖ്യാപിക്കുന്നു. അതിൽ ഫസ്റ്റ് വന്നിട്ടുള്ളത് കൊണോർ മക്ഗ്രിഗർ. ഇത് UFC പ്ലെയർ ആണ്. അതായത് ഒരു ഫൈറ്റിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഗെയിമാണ് കേട്ടോ UFC എന്നറിയപ്പെടുന്നത്. അപ്പോൾ അതിലുള്ള ഒരു പ്ലെയറാണ് കൊണോർ മക്ഗ്രിഗർ. ഇദ്ദേഹമാണ് ഫോബ്സിൻ്റെ ഹയസ്റ്റ് പെയ്ഡ് അത്ലറ്റ്. ആൻഡ്രിയ മെസ മെക്സിക്കോക്കാരിയാണ്. ഇവരാണ് 69ാമത് മിസ് യൂണിവേഴ്സ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. 2020 അല്ലെങ്കിൽ 69ാമത് മിസ് യൂണിവേഴ്സ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആൻഡ്രിയ മെസ്സയാണ്, മെക്സിക്കോക്കാരി. മാലിയുടെ പുതിയ പ്രൈം മിനിസ്റ്ററാണ് മോക്ടർ ഓയൻ. കെനിയയുടെ ആദ്യത്തെ വുമൺ ചീഫ് ജസ്റ്റിസ് ആണ് മാർത്ത കറമ്പു കൂമെ. ഇത് ഓരോരോ പേരുകളാണ്. ചിലപ്പോൾ ഞാൻ പറയുന്നതിൽ തന്നെ തെറ്റുണ്ടാവും, പക്ഷേ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെയാണ് വായിക്കുക അല്ലെങ്കിൽ പ്രൊനൗൺസ് ചെയ്യുക എന്ന് നിങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ചിട്ട് പഠിക്കുക. ഈ വലിയ പേരുകളൊക്കെ ചിലപ്പോൾ തന്നിട്ടുണ്ടാവും. അപ്പോൾ ആ വലിയ പേര് 3 വേർഡുകളൊക്കെ ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ 3ഉം പഠിക്കണം എന്നൊന്നുമില്ല. ചിലപ്പോൾ ഏതെങ്കിലും ഒറ്റൊരു പേര് ഓർത്താൽ, ഒറ്റൊരു വേർഡ് മാത്രം ഓർത്താൽ മതിയാവും. ബാക്കി ഓപ്ഷൻ കൂടി കാണുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പിക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, എന്തെങ്കിലും ഒരു ലിങ്ക് ചെയ്തിട്ട് അങ്ങ് പഠിച്ചേക്കുക, അത്ര തന്നെ. ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്കുള്ള ഇലക്ഷൻ നടന്നത് തമിഴ്നാട്ടിലേക്ക് നടന്നു, കേരളത്തിലേക്ക് നടന്നു, അസാമിലേക്ക് നടന്നു, വെസ്റ്റ് ബംഗാളിലേക്ക് നടന്നു. ഇവിടെ ഓരോ സ്ഥലത്തും ചീഫ് മിനിസ്റ്റർമാർ വന്നു. വെസ്റ്റ് ബംഗാളിലെ ചീഫ് മിനിസ്റ്ററായിട്ട് മമതാ ബാനർജി സെലക്ട് ചെയ്യപ്പെട്ടു. തുടർച്ചയായ 3ാം വർഷമാണ് മമതാ ബാനർജി വെസ്റ്റ് ബംഗാളിലെ ചീഫ് മിനിസ്റ്ററായിട്ട് വരുന്നത്. കേരളത്തിൻ്റെ ആരാണെന്ന് അറിയാം, ഞാൻ പറയേണ്ട ആവശ്യമില്ല. തമിഴ്നാടിൻ്റെ ചീഫ് മിനിസ്റ്ററായിട്ട് വന്നത് MK സ്റ്റാലിനാണ്. അസാമിൻ്റെ ചീഫ് മിനിസ്റ്ററാണ് ഹിമന്ത ബിസ്വ ശർമ്മ. പഞ്ചാബ് ചീഫ് മിനിസ്റ്റർ അമരീന്ദർ സിംഗ് ഹാസ് ഡിക്ലെയർഡ് ഡാഷ് ആസ് ദ 23rd ഡിസ്ട്രിക്ട് ഓഫ് ദ സ്റ്റേറ്റ്. പഞ്ചാബിൻ്റെ CM ആയിട്ടുള്ള അമരീന്ദർ സിംഗ് പഞ്ചാബിൻ്റെ 23ാമത് ഡിസ്ട്രിക്റ്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലമാണ് മലർകോട്ട്ല. BCCI has announced the appointment of Ramesh Pawar as the head coach of Team India. ഇന്ത്യൻ വനിതാ ടീമിൻ്റെ ഹെഡ് കോച്ചായിട്ട് മുൻ ഇന്ത്യൻ ക്രിക്കറ്ററായിട്ടുള്ള രമേശ് പവാറിനെ നിയോഗിച്ചു. രമേശ് പവാർ പണ്ടും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൻ്റെ കോച്ചായിരുന്നു. പിന്നീട് പല കാരണങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം പുറത്താക്കപ്പെടുകയായിരുന്നു. വീണ്ടും അദ്ദേഹത്തിനെ ഹെഡ് കോച്ചായിട്ട് നിയോഗിച്ചു. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം സീനിയർ ടീമാണ് കേട്ടോ. ന്യൂസിലാൻഡ് പ്രൈം മിനിസ്റ്റർ ജസീൻഡ അർഡേൺ ഹാസ് ടോപ്ഡ് ദ വേൾഡ്സ് 50 ഗ്രേറ്റസ്റ്റ് ലീഡേഴ്സ് ലിസ്റ്റ് ഓഫ് 2021 റിലീസ്ഡ് ബൈ ഫോർച്യൂൺ മാഗസീൻ. ഫോർച്യൂൺ മാഗസീന് ഒരു ലിസ്റ്റ് പുറപ്പെടുവിക്കുന്നു. അതാണ് വേൾഡ്സ് 50 ഗ്രേറ്റസ്റ്റ് ലീഡേഴ്സ്. ആ ലിസ്റ്റിൽ ഫസ്റ്റ് വന്നിട്ടുള്ളത് ന്യൂസിലാൻഡിൻ്റെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ജസീൻഡ അർഡേൺ ആണ്. നമുക്കറിയാം കോവിഡ് നിയന്ത്രണത്തിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന രാജ്യമാണ് ന്യൂസിലാൻഡ്. സോ അതിൻ്റെയൊക്കെ ഒരു പെർഫോമൻസിൻ്റെ ഭാഗമായിട്ടാണ് ന്യൂസിലാൻഡ് പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ജസീൻഡ അർഡേണിന് ഈ ഒരു അംഗീകാരം കിട്ടുന്നത്. അടുത്തത്, വിച്ച് സ്റ്റേറ്റ് റാങ്ക്ഡ് ഫസ്റ്റ് ഇൻ എസ്റ്റാബ്ലിഷിംഗ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻറ്റേഴ്സ് അണ്ടർ ആയുഷ്മാൻ ഭാരത് പ്രോഗ്രാം. ആയുഷ്മാൻ ഭാരത് പ്രോഗ്രാമിൻ്റെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിൽ ഏറ്റവും സക്സസ് ആയിട്ട് നിൽക്കുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിക്കാം. അത് കർണാടകയാണ് കേട്ടോ. കർണാടക. ഇവിടെ ഞാൻ പോയിന്റ് എഴുതാൻ വിട്ടുപോയിട്ടുണ്ട്, കൂട്ടിച്ചേർക്കുക. ഓക്കെ, കർണാടക. അടുത്ത ഫാക്റ്റ് ആണ്, വേൾഡ് സ്നൂക്കർ ചാമ്പ്യൻ ആരാണ്? മാർക്ക് സെൽബി. വേൾഡ് സ്നൂക്കർ ചാമ്പ്യൻഷിപ്പ് റീസെൻ്റ് ആയിട്ട് കണ്ടക്ട് ചെയ്തു. അതിൽ ജയിച്ചത് ഇംഗ്ലീഷുകാരനായിട്ടുള്ള മാർക്ക് സെൽബിയാണ്.
ഇദ്ദേഹം 4ാം തവണയാണെന്ന് തോന്നുന്നു. 4ാം തവണയാണ് കണ്ടിന്യൂസ് ആയിട്ട് വേൾഡ് സ്നൂക്കർ ചാമ്പ്യനായിട്ട് മാറുന്നത്. വേൾഡ് കൊറിയോഗ്രാഫി അവാർഡ് 2020 കിട്ടിയിട്ടുള്ളത് സുരേഷ് മുകുന്ദിനാണ്. വേൾഡ് കൊറിയോഗ്രാഫി അവാർഡ് 2020. നെഹ്റു ടിബറ്റ് ആൻഡ് ചൈന, ഇതൊരു ബുക്കാണ്. ഇതിൻ്റെ ഓഥർ അവതാർ സിംഗ് ബാസിൻ. അടുത്ത ബുക്കാണ് ഇന്ത്യ ആൻഡ് ഏഷ്യൻ ജിയോപൊളിറ്റിക്സ്, ദ പാസ്റ്റ് ആൻഡ് പ്രസന്റ്, എഴുതിയത് ശിവശങ്കർ മേനോൻ. 75ാമത്തെ ഫാക്ട്, ദ വേൾഡ്സ് ലോങ്സ്റ്റ് പെഡസ്ട്രിയൻ സസ്പെൻഷൻ ബ്രിഡ്ജ് നെയ്മഡ് അറോക്ക വാസ് ഓപ്പൺഡ് ഇൻ പോർച്ചുഗൽ. പോർച്ചുഗലിലാണ് ലോകത്തിലെ പെഡസ്ട്രിയൻ സസ്പെൻഷൻ ബ്രിഡ്ജ്, ലോകത്തിലെ ഏറ്റവും വലിയ പെഡസ്ട്രിയൻ സസ്പെൻഷൻ ബ്രിഡ്ജ് ഓപ്പൺ ചെയ്തത്. വേൾഡ് എൻവയോൺമെന്റൽ ഡേ എപ്പോഴാണ്? ജൂൺ 5. ജൂൺ 5 വേൾഡ് എൻവയോൺമെന്റൽ ഡേയുടെ തീമാണ്, ഈ വർഷത്തെ തീമാണ് റീഇമാജിൻ, റീക്രിയേറ്റ്, റീസ്റ്റോർ. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഗ്ലോബൽ ലിവബിലിറ്റി ഇൻഡെക്സ് 2021 പ്രഖ്യാപിക്കുന്നു. ഓസ്ട്രേലിയയുടെയും ന്യൂസിലാൻഡിൻ്റെയും സ്ഥലങ്ങളാണ് ഈ ഒരു ലിസ്റ്റിൽ അല്ലെങ്കിൽ ഈ ഒരു ഇൻഡെക്സിൽ ടോപ്പിൽ വന്നിട്ടുണ്ടായത്. അപ്പം ഓക്ലാൻഡ്, ന്യൂസിലാൻഡിലെ സ്ഥലമായിട്ടുള്ള ഓക്ലാൻഡ് ആണ് ഗ്ലോബൽ ലിവബിലിറ്റി ഇൻഡെക്സ് 2021 ഫസ്റ്റ് റാങ്കിട്ടുള്ള സ്ഥലം. ഓക്കെ. ICC ഹാസ് ഇൻഡക്റ്റഡ് വിച്ച് ഇന്ത്യൻ ഇൻ ടു ഇല്ലുസ്ട്രിയസ് ഹോൾ ഓഫ് ഫെയിം. ICC റീസെൻ്റ് ആയിട്ട് കുറച്ച് പേരെ 9ഓളം പേരെ ഹോൾ ഓഫ് ഫെയിം എന്ന ലിസ്റ്റിലേക്ക് ഇൻഡക്റ്റ് ചെയ്തു. അതിൽ ഇൻഡക്റ്റ് ചെയ്ത ഇന്ത്യൻ വംശജനാണ് വിനു മങ്കാട്. അടുത്തത് ഗ്ലോബൽ പീസ് ഇൻഡെക്സ് GPI അനൗൺസ് ചെയ്ത ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എക്കണോമിക്സ് ആൻഡ് പീസ്, സിഡ്നി ആസ്പദമായിട്ട് പ്രഖ്യാപിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അതിൽ ഇന്ത്യയുടെ റാങ്ക് വന്നത് 135ാമതാണ്. ഐസ്ലാൻഡാണ് ഫസ്റ്റ് റാങ്ക് വന്നത്. ഗ്ലോബൽ പീസ് ഇൻഡെക്സ്, സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റിയ രാജ്യങ്ങൾ. ന്യൂസിലാൻഡ് ക്രൗണ്ട് ഫസ്റ്റ് ICC വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ്. ഇന്ത്യയും ന്യൂസിലാൻഡ് തമ്മിലാണ് ആദ്യത്തെ ICC വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ നടന്നത്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ടൂർണമെന്റ് കണ്ടക്ട് ചെയ്യുന്നത്. ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിൽ ഫൈനൽ നടന്നു. അതിൽ ന്യൂസിലാൻഡ് ഇന്ത്യയെ പരാജയപ്പെടുത്തി. ഇംഗ്ലണ്ടിലെ ലോർഡ്സ് എന്ന് പറയുന്ന ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വെച്ചാണ് ഈ ഒരു ഫൈനൽ നടന്നത്. ഓക്കെ. 81ാമത്തെ ഫാക്ട്, ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് 2021 കൺക്ലൂഡായി. ഓസ്ട്രേലിയൻ ഓപ്പൺ ഞാൻ നേരത്തെ പറഞ്ഞു, നൊവാക് ജോക്കോവിച്ചാണ് ജയിച്ചത്. ഫ്രഞ്ച് ഓപ്പണും ജയിച്ചത് നൊവാക് ജോക്കോവിച്ച് തന്നെയാണ്. 82ാമത്തെ ഫാക്ട്, ഇന്റർനാഷണൽ ഡേ ഓഫ് യോഗ 21 ജൂണിലാണ് യോഗ ഡേ ആയിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത്. ഈ വർഷത്തെ തീമായിട്ട് അറിയപ്പെടുന്നത് യോഗ ഫോർ വെൽബീയിങ്. ഇന്റർനാഷണൽ യോഗ ഡേ ആണ് ജൂൺ 21. ഈ വർഷത്തെ തീം യോഗ ഫോർ വെൽബീയിങ്. 83ാമത് ഫാക്ട്, ദ അസാം ഗവൺമെന്റ് വിൽ പ്രസന്റ് ഇറ്റ്സ് ഓൺ വേർഷൻ ഓഫ് ഭാരതരത്ന ആൻഡ് പത്മ അവാർഡ്സ് ഫ്രം നെക്സ്റ്റ് ഇയർ. ഏത് ഗവൺമെന്റ് ആണ് ഓൺ വേർഷൻ ഓഫ് ഭാരതരത്ന ആൻഡ് പത്മ അവാർഡ്സ് അടുത്ത വർഷം മുതൽ പ്രഖ്യാപിക്കാൻ പോകുന്നത് എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓർക്കുക, അസാം. ദ FIH സെറ്റ് ദ മെൻസ് ആൻഡ് വുമൻസ് ഇവന്റ്സ് ഓഫ് വേൾഡ് കപ്പ് വിൽ ടേക്സ് പ്ലേസ് ഇൻ ഒമാൻസ് ക്യാപിറ്റൽ സിറ്റി മസ്കറ്റ് ഇൻ ജാനുവരി 2024. FIH പറഞ്ഞത് 2024 ജനുവരിയിൽ ഒമാന്റെ ക്യാപിറ്റലായുള്ള മസ്കറ്റിലാണ് വുമൻസ് ആൻഡ് മെൻസ് ടൂർണമെന്റ് ആയിട്ടുള്ള, അതായത് ഹോക്കി ടൂർണമെന്റ് ആണ്, ഹോക്കിയുടെ വേൾഡ് ചാമ്പ്യൻഷിപ്പ് എന്നറിയപ്പെടുന്നത്. അപ്പം അത് 2024 ജനുവരിയിൽ ഒമാന്റെ ക്യാപിറ്റലായുള്ള മസ്കറ്റിലാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ. ഹോക്കി വേൾഡ് കപ്പ്. ക്രിസ്ത്യാനോ റൊണാൾഡോ ഹാസ് ബിക്കം ദ ജോയിന്റ് ടോപ്പ് സ്കോറർ men's international player of all time. He is currently tied with Iran legend Ali Dali, who scored 109 times in 149 matches. ക്രിസ്ത്യാനോ റൊണാൾഡോ ടോപ്പ് സ്കോറർ ആയിട്ട് മാറുന്നു. ഇറാന്റെ പ്ലെയർ ആയിട്ടുള്ള അലി ദലിയുമായിട്ട് ഈക്വൽ ആവുന്നു. ഇനി ഒരു ഗോൾ കൂടി നേടുകയാണെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ഇന്റർനാഷണൽ ഗോൾ നേടിയിട്ടുള്ള വ്യക്തിയായിട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ മാറും. അതായത് രാജ്യത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോൾ നേടിയിട്ടുള്ള വ്യക്തിയായിട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ മാറും. ഓക്കെ. അടുത്ത ഫാക്റ്റ് ആണ്, ഓപ്പണർ ഷഫാലി വർമ്മ ഹാസ് ബിക്കം ദ യങ്ങസ്റ്റ് ഇന്ത്യൻ ക്രിക്കറ്റർ ടു മേക്ക് എ ഡെബ്യൂ ഇൻ ഓൾ ഫോമാറ്റ്സ്. വൺ ഡേ ക്രിക്കറ്റ്, 2020 ക്രിക്കറ്റ്, ടെസ്റ്റ് ക്രിക്കറ്റ്, ഈ 3 ക്രിക്കറ്റിലും അരങ്ങേറിയുള്ള യങ്ങസ്റ്റ് ഇന്ത്യൻ ക്രിക്കറ്ററായിട്ട് മാറിയിട്ടുള്ള വ്യക്തിയാണ് ഷഫാലി വർമ്മ. ഓക്കെ.
അടുത്തതൊരു ബുക്കാണ് ലാംഗ്വേജസ് ഓഫ് ട്രൂത്ത് essays 2003 to 2020. അതിൻ്റെ ഓതറാണ് സൽമാൻ റുഷ്ദി. അടുത്തത് സ്റ്റാർ ഗേസിംഗ് ദ പ്ലേയേഴ്സ് ഇൻ മൈ ലൈഫ് രവിശാസ്ത്രിയുടെ ബുക്കാണ്. സവർക്കർ എ കണ്ടസ്റ്റഡ് ലെഗസി 1924 to 1966 ആരുടെ ബുക്കാണ്? വിക്രം സമ്പത്ത്. ഹോം ഇൻ ദ വേൾഡ് അമർത്യ പുതിയൊരു ബുക്കാണ് ഹോം ഇൻ ദ വേൾഡ്. അടുത്തത് 91ാമത് ഫാക്ട്, Deepak Kabra has become the first Indian to be selected for judging the gymnastics competition of the Olympic Games. 2020 ഒളിമ്പിക്സ് ആണ്. 20 ഒളിമ്പിക്സ് മാറ്റിയിട്ടാണ് 2021 നടക്കുന്നത്. ജപ്പാനിലെ ടോക്കിയോയിലാണ് നടക്കുന്നത്. ഈ ഒളിമ്പിക് ഗെയിംസിലെ ജിംനാസ്റ്റിക് കോമ്പറ്റീഷനിലെ ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇന്ത്യക്കാരനെ സെലക്ട് ചെയ്തു. ആദ്യമായിട്ട് ഇങ്ങനെ സംഭവം നടക്കുന്നത്. ദീപക് കബ്ര എന്ന് പറയുന്ന പേരൊന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ഈ ഒളിമ്പിക്സ് ഗെയിംസുമായി ബന്ധപ്പെട്ടിട്ട് ബാക്കി കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ജപ്പാനിലെ ടോക്കിയോയിലാണ് ഒളിമ്പിക് ഗെയിംസ് നടക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഓർക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഫ്ലാഗ് ബിയറർ ആയിരുന്നു മേരി കോം ആൻഡ് ഹോക്കി പ്ലെയർ ആയിട്ടുള്ള മൻപ്രീത് സിംഗ്. മേരി കോമിനെ എല്ലാവർക്കും അറിയാലോ, ബോക്സിംഗ് പ്ലെയർ ആണ്. മൻപ്രീത് സിംഗ് ഹോക്കി ക്യാപ്റ്റൻ ആണ്. ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ ആയിട്ടുള്ള മൻപ്രീത് സിംഗ് അദ്ദേഹം കൂടിയാണ് ഫ്ലാഗ് ബിയറർ ആയിരുന്നത്. ഇനി ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഇന്ത്യക്ക് 2 മെഡലുകളാണ് ലഭിച്ചിട്ടുള്ളത്. ഒന്ന് മീരാബായ് ചാനു ആണ്, 49 കിലോഗ്രാം കാറ്റഗറിയിലാണ് വെള്ളി മെഡൽ സ്വന്തമാക്കിയത് വെയ്റ്റ് ലിഫ്റ്റിംഗ്. പിന്നെ ഉള്ളത് ബാഡ്മിന്റൺ പ്ലെയർ ആയിട്ടുള്ള PV സിന്ധുവിനാണ്. അവർക്ക് കിട്ടിയിട്ടുള്ളത് വെങ്കല മെഡലാണ്, ബ്രോൺസ് മെഡൽ. 2016 റിയോ ഒളിമ്പിക്സിൽ PV സിന്ധുവിന് വെള്ളി മെഡലായിരുന്നു കിട്ടിയിട്ടുള്ളത്. ഇത്തവണ വെങ്കല മെഡലാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഒരു മെഡലും കൂടി കൺഫേം ആയിട്ടുണ്ട്. അത് വെങ്കലമാണോ വെള്ളിയാണോ സ്വർണ്ണമാണോ എന്ന് കൺഫേം ആയിട്ടില്ല. ബോക്സിങ്ങിൽ 69 കിലോഗ്രാം കാറ്റഗറിയിൽ ലോവ്ലീന ബോർഗോഹെയ്ൻ എന്ന് പറയുന്ന വനിത സെമി ഫൈനലിൽ എത്തിയിട്ടുണ്ട്. പിന്നെ ഹോക്കിയുടെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് രാവിലെയാണ് ഹോക്കിയുടെ മാച്ച് കംപ്ലീറ്റ് ആയത്. ഇന്ത്യൻ മെൻസ് ടീം സെമി ഫൈനലിൽ ബെൽജിയത്തിനോട് പരാജയപ്പെട്ടു. സോ ഒരു മത്സരം കൂടി കിട്ടും വെങ്കല മെഡലിന് വേണ്ടിയിട്ട്. ആ മത്സരം ജയിക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഹോക്കി ടീമിന് ഒരു വെങ്കല മെഡൽ കിട്ടും. ഇനി വുമൺസ് ഹോക്കി ഉണ്ട്, അത് നാളെയാണ് മത്സരം. ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ഓഗസ്റ്റ് 3 സോ ഓഗസ്റ്റ് 4 വുമൺസ് ഹോക്കി ടീമിൻ്റെ മാച്ച് വരാൻ വേണ്ടി പോകുന്നത്. അതിൽ ഇന്ത്യ സെമി ഫൈനലിൽ അർജന്റീനയാണ് നേരിടുന്നത്. അത് ജയിക്കുകയാണെങ്കിൽ ഒരു മെഡൽ വുമൺസ് ഹോക്കിയിലും ഇന്ത്യക്ക് കിട്ടും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. പിന്നെ ഒരു കാര്യം കൂടി, ജപ്പാനിലെ ടോക്കിയോയിലാണ് ഒളിമ്പിക്സ് നടക്കുന്നതെന്ന് പറഞ്ഞു. ഈ വർഷത്തെ മസ്കോട്ടായിട്ട് അറിയപ്പെടുന്നത് അല്ലെങ്കിൽ ഭാഗ്യചിഹ്നമായിട്ട് അറിയപ്പെടുന്നത് മിറൈറ്റോവ ആൻഡ് സൊമീറ്റി. ഓക്കെ, ഓഗസ്റ്റ് 8 വരെയാണ് ഒളിമ്പിക്സ് നടന്നു പോകുന്നത്. സോ നിങ്ങൾ എക്സാമിന് പോകുന്നതിന് മുന്നേ ഇന്ത്യക്ക് വേറെ ഏതെങ്കിലും ഐറ്റത്തിന് മെഡൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് ഓർക്കുക. ഏത് ഐറ്റമാണെന്ന് ഓർക്കുക. ആൾക്കാരുടെ പേരും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ടോട്ടൽ എത്ര മെഡൽ കിട്ടി, ടോട്ടൽ എത്ര സ്വർണം കിട്ടി, ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, അടുത്ത ഫാക്ട്, ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2021 ഇത് ഹോസ്റ്റ് ചെയ്യുന്നത് ഹരിയാനയാണ് കേട്ടോ. ഹരിയാന. യൂറോ കപ്പ് 2020 യൂറോ കപ്പാണ് 2021 നടന്നത്. ഇറ്റലിയാണ് ചാമ്പ്യന്മാരായത്. ഇംഗ്ലണ്ടിനെ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ പരാജയപ്പെടുത്തി ഇറ്റലി യൂറോ കപ്പ് നേടുന്നു. അപ്പോൾ ഈ ഒരു ഫാക്റ്റിൽ ഉൾപ്പെടുത്തുന്നതാണ് ഗോൾഡൻ ബൂട്ട് കിട്ടിയിട്ടുള്ളത് ക്രിസ്ത്യാനോ റൊണാൾഡോനാണ്. ഇദ്ദേഹത്തിന് മറ്റൊരു പ്രത്യേകത, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടി ഗോൾ നേടുന്ന വ്യക്തിയായിട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ മാറിയിട്ടില്ല, മാറാൻ വേണ്ടി പോകുന്നു. അതായത് ഇറാൻ്റെ ആ ഒരു പ്ലെയറുമായിട്ട് അലീദയുമായിട്ട് സമനിലയിലാണ്. ഒരു ഗോളും കൂടി നേടുകയാണെങ്കിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ആ ഒരു റെക്കോർഡും കൂടി കരസ്ഥമാക്കും. ഇനി കോപ്പ അമേരിക്കനെ കുറിച്ച് പറയുകയാണെങ്കിൽ അർജന്റീനയാണ് കോപ്പ അമേരിക്ക ചാമ്പ്യന്മാരായത്. ബ്രസീലിനെയാണ് പരാജയപ്പെടുത്തിയത്. അവിടെ ഗോൾഡൻ ബോൾ, ഗോൾഡൻ ബൂട്ട് ഇതുമായി ബന്ധപ്പെട്ട എല്ലാം കിട്ടിയിട്ടുള്ളത് അർജന്റീനൻ പ്ലെയർ ആയിട്ടുള്ള ലയണൽ മെസ്സിക്കാണ്. ഓക്കെ, വിംബിൾഡൺ 2021 ഓസ്ട്രേലിയൻ ഓപ്പൺ പറഞ്ഞു, ഫ്രഞ്ച് ഓപ്പൺ പറഞ്ഞു, ഇപ്പോൾ ഇതാ വിംബിൾഡൺ 2021 ചാമ്പ്യൻ ആയിട്ടുള്ളത് നൊവാക് ജോക്കോവിച്ച് തന്നെയാണ്. വുമൺസ് കാറ്റഗറിയിൽ ചാമ്പ്യൻ ആയിട്ടുള്ളത്
ആഷ്ലി ബാർട്ടിയാണ്. ഓക്കെ, ഓസ്ട്രേലിയൻ വനിതയാണ്. അടുത്തത്, ഹരിയാനൻ ഗവൺമെന്റ് വിൽ സൂൺ ഇൻട്രൊഡ്യൂസ് വൺ ബ്ലോക്ക് വൺ പ്രോഡക്റ്റ് സ്കീം ടു എൻകറേജ് ആൻഡ് പ്രൊമോട്ട് സ്മോൾ ഇൻഡസ്ട്രീസ് ഇൻ ദ റൂറൽ ഏരിയാസ്. ഓക്കെ, വൺ ബ്ലോക്ക് വൺ പ്രോഡക്റ്റ് സ്കീം ഏത് സംസ്ഥാനമാണ് ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്ന് ചോദിച്ചാൽ ഹരിയാന എന്ന് ഓർത്തു വെക്കുക. ഓക്കെ, അടുത്തത്, ആമസോൺ ഹാസ് ലോഞ്ച്ഡ് ഇറ്റ്സ് ഫസ്റ്റ് ഡിജിറ്റൽ കേന്ദ്ര ഇൻ ഇന്ത്യ. എവിടെയാണ് ഓൺലൈൻ ഷോപ്പിംഗ് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ആമസോൺ ഫസ്റ്റ് ഡിജിറ്റൽ കേന്ദ്ര ലോഞ്ച് ചെയ്തതെന്ന് ചോദിക്കാം. ഗുജറാത്തിലെ സൂറത്തിലാണ്. KSR railway station in Bengaluru has become the first railway station in India with a movable freshwater tunnel aquarium. ഒരു ഫാക്ട് ഓർക്കുക. China has been declared a malaria-free country by WHO. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ചൈനയെ മലേറിയ ഫ്രീ കൺട്രി ആയിട്ട് പ്രഖ്യാപിച്ചു. ലാസ്റ്റ് പോയിന്റ് ആണ്, ഫ്ലിപ്കാർട്ട് ഹാസ് ലോഞ്ച്ഡ് ഷോപ്സി, an app that will enable Indians to start their online businesses without any investments. ഇന്ത്യക്കാർക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയ പുതിയൊരു പ്ലാറ്റ്ഫോമാണ് ഷോപ്സി. ഓക്കെ, സോ ഇതാണ് 100ാമത്തെ ഫാക്റ്റ്. സോ 100 ഫാക്റ്റുകളാണ് ഞാൻ കവർ ചെയ്തിട്ടുള്ളത്. എനിക്കറിയാം ഇത്രയും ഫാക്റ്റുകളല്ല, ഇതിന് കൂടുതൽ ഫാക്റ്റുകൾ ഉണ്ട് ഈ കാലയളവിൽ നടന്നത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് തോന്നിയിട്ടുള്ള 100 എണ്ണമാണ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആരൊക്കെയാണ് കാണേണ്ടത് എന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. ചില പോയിന്റുകൾ ഇതിൽ ടൈപ്പിംഗ് എററൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് കറക്റ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ 20ാമത്തെ 21ാമത്തെ പോയിന്റ് ആ ഒരു ഫാക്റ്റ് അവിടെ കുറവാണ്. ടോട്ടൽ 99 ഫാക്ട്സേ ഈ ഒരു വീഡിയോയിലുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ റിലേറ്റഡ് ഫാക്ട്സും കൂടി കൂട്ടുകയാണെങ്കിൽ 100+ ഫാക്ട്സ് വന്നിട്ടുണ്ട്. സോ ഈ പറഞ്ഞ എല്ലാ ഫാക്ട്സുകളും നിർബന്ധമായിട്ടും ഓർത്തിരിക്കുക. പഠിച്ച ആൾക്കാരാണെങ്കിൽ ഒന്നുകൂടെ കാണുക. അവർ പഠിച്ച പോയിന്റുകളൊക്കെ ഒന്നുകൂടി മൈൻഡിലേക്ക് സെറ്റാക്കാൻ വേണ്ടിയിട്ട്. ഇനി പഠിക്കാത്ത ആൾക്കാരാണെങ്കിൽ ഇത്രയും ഫാക്ട്സ് പഠിച്ചതിന് ശേഷം അടുത്ത ഫാക്ട്സുകളിലേക്ക് പോവുക. ഓക്കെ, സോ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ക്വസ്റ്റ്യൻസുകൾ എക്സാമിന് വരട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. സോ ഇതോടുകൂടി ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ് SSC മലയാളി.